Good morning, dear students. So I am again here with a new topic, how to determine supply curves under perfect competition. Okay, and I am very much pleased to take this topic because I think you have been understood the last topic and all. So according to the classes, I am giving you the related graph and the theory separately. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ ടോപ്പിക്കിനനുസരിച്ച് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫുകൾ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ തിയറി പോയിൻറ്റുകൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരാറ്. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ വരച്ച് എടുക്കാനുള്ള സംവിധാനങ്ങളില്ല. പിന്നെ അത് പവർ പോയിൻറ്റിലേക്ക് പോകുന്നതിനേക്കാളും എഫക്റ്റീവാണ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഗ്രാഫ് ഉണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടിയും അതിൻ്റെ തിയറി ഭാഗത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അത് വായിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സപ്ലൈ കർവ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം where there are large number of buyers and sellers in the market എന്നുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ അത് ഫേമിനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിക്കും രണ്ടത്തിനും സെപ്പറേറ്റ് ആയിട്ട് കാണണം. സോ ഏത് പ്രൈസ് മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുമ്പോഴാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഫേം. അതേപോലെ ഇൻ ദി കേസ് ഓഫ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി മാർക്കറ്റിലേക്ക് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടാണ് ഫേമിനും അതേപോലെ തന്നെ ഇൻഡസ്ട്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്ലൈ കർവ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ we will move on with the short run supply curve of a firm. ഒരു ഷോർട്ട് റണ്ണിൽ ഫേമിൻ്റെ സപ്ലൈ കർവ് ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ സപ്ലൈ കർവ് ഓഫ് എ ഫേം ഷോസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ദ ഫേം വിൽ സപ്ലൈ അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. അപ്പോൾ ഈ മാർക്കറ്റിൽ വരുന്ന പ്രൈസ് ഡിഫറൻസസിന് ബേസ് ചെയ്തിട്ട് പ്രൈസ് കുറയുമ്പോഴും അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസും അതേപോലെ തന്നെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും എങ്ങനെയാണ്, എത്ര യൂണിറ്റാണ് നമ്മൾ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടാണ് വി ആർ സപ്ലൈയിങ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ദി സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ദ സപ്ലൈ കർവ് ഓഫ് എ ഫേം ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അല്ലേ? സപ്ലൈ കർവിൻ്റെ നമ്മൾ അതിൻ്റെ മെയിനായിട്ട് ലോ ഓഫ് സപ്ലൈ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി വിൽ ഓൾസോ ഇൻക്രീസ് എന്നുള്ളതാണ്. ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈയും നമ്മൾ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ദാറ്റ് ഈസ് എന്ന് പറയാം, ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ്, ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഡിക്രീസ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? മാർക്കറ്റിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടണം. സോ അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിലേക്കാണ് നമ്മളത്, എപ്പോഴാണോ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് അപ്പോഴാണ് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം. കാരണം എന്താണ്? അപ്പോഴാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ സപ്ലൈ കർവ് ഓഫ് എ ഫേം എന്ന് പറയുന്നത് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ.
അതേസമയം ഡിമാൻഡ് കർവ് ആണെന്നുണ്ടെങ്കിലോ, ഡിമാൻഡ് കർവ് ഓഫ് എ firm അല്ലെങ്കിൽ of an individual can be derived from the principle of utility maximization. ഒരു പ്രോഡക്റ്റ് എത്രത്തോളം അയാൾക്ക് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിമാൻഡ് കർവ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ സപ്ലൈ കർവ് നമുക്ക് ഏത് പ്രിൻസിപ്പിളാണ്? പ്രിൻസിപ്പിൾ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദ ഫേം വിൽ ഫിക്സ് ഓൺലി ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ വിച്ച് ഗിവ്സ് മാക്സിമം പ്രോഫിറ്റ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സപ്ലൈ കർവായിട്ട് നമ്മൾ ഏത് പോയിൻറ്റിനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? ദ പോയിൻ്റ് അറ്റ് വിച്ച് ദി ഫേം ഗെറ്റ്സ് മാക്സിമം പ്രോഫിറ്റ്. സോ ഏത് പ്രൈസ് വരുമ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് കമ്പനിക്ക് കിട്ടുന്നത്, സോ അതാണ് അവർ സപ്ലൈ കർവായിട്ട് അവർ ഫിക്സ് ചെയ്യുക. ഓക്കെ, സോ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗ്രാഫ് വി ക്യാൻ എക്സ്പ്ലെയിൻ ഹൗ ദ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം ഇസ് ഡിറൈവ്ഡ് എന്നുള്ളത്. സോ അതിൽ തന്നിട്ടുള്ളത് ഗ്രാഫിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് ഞാൻ പറയാം. ദാറ്റ് ഈസ് ഒ എന്ന് പറയുന്ന ഔട്ട്പുട്ട്, എക്സ് ആക്സിസിൽ, വൈ ആക്സിസിൽ പ്രൈസ്. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ ക്യൂ ഉണ്ട്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി, Q1, Q2, Q3 എത്രയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവിങ് P1, P2, P3. ഓക്കെ, സോ ഈ ഡിഫറൻസസ് വരുമ്പോൾ എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്? സോ നോർമലി പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വിലിബ്രിയം പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൽ പ്രൈസ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, പി ഉണ്ട്, ക്യൂ ഉണ്ട്. സോ അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റാണ് നമുക്ക് ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ P1 ക്വാണ്ടിറ്റിയും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പുതിയ ഇക്വിലിബ്രിയം പോയിൻ്റ് കിട്ടും E1 എന്നുള്ളത്. ഓക്കെ, ആൻഡ് അഗെയിൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യണം P2, ക്വാണ്ടിറ്റിയും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് Q2. So again you will get a new equilibrium point, that is E2 എന്നുള്ളത്. And when the price again increases to P3, അപ്പോൾ P2 നിന്ന് P3യിലേക്ക് ഇൻക്രീസ് ചെയ്തു, ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ നമ്മൾ എന്ത് ചെയ്തു? Q2 നിന്ന് Q3യിലേക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് കിട്ടുന്നുണ്ട് E3 എന്നുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ആവറേജ് വേരിയബിൾ കോസ്റ്റും അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റും കവർ ചെയ്യണ്ടോ എന്നുള്ളത് നോക്കാം. അറ്റ് ദ ഇക്വിലിബ്രിയം പോയിൻ്റ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം, പ്രൈസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. ഒന്നുകൂടിയും പറയാം, ഇക്വിലിബ്രിയം പോയിൻറ്റിലെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ഫേം ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് P is equal to MR. ഓക്കെ, പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. എന്താണ് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ല. ദാറ്റ് ഈസ് നമുക്ക് അഡീഷണൽ ഒരു യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിൽ നിന്ന് വരുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ അഡീഷണൽ യൂണിറ്റ് നമുക്ക് സെയിൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? മാർജിനൽ റവന്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇക്വിലിബ്രിയം പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്നുള്ളതാണ്. സോ പ്രൈസ് ഇസ് ഓൾസോ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അപ്പോൾ അപ്പോഴും നമുക്കതിൽ ഇൻഡയറക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ്? P ഇസ് ഈക്വൽ ടു MC, ദാറ്റ് ഇസ് ഈക്വൽ ടു MR. എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അറ്റ് ദി ഇക്വിലിബ്രിയം പോയിന്റ് P ഇസ് ഈക്വൽ ടു AR ആൻഡ് ഇസ് ഈക്വൽ ടു MR എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് വി ക്യാൻ സീ ദറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് ദ മാർജിനൽ കോസ്റ്റ് കർവ് ഇൻറ്റർസെക്റ്റ് ദ പ്രൈസ് കർവ് ഓർ മാർജിനൽ കർവ് ഓർ ആവറേജ് റവന്യൂ കർവ്. ഇതിനെ കൂടെയാണ് ഇൻറ്റർസെക്റ്റ് ചെയ്ത് പോകുന്നത് ഏത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദസ് അറ്റ് പോയിന്റ് P ഇസ് ഈക്വൽ ടു എന്തൊക്കെയായിട്ട് വരുന്നുണ്ട്? P ഇസ് ഈക്വൽ ടു MR,
that is equal to average revenue and that is equal to നമ്മുടെ മാർജിനൽ കോസ്റ്റ്. ഹെൻസ് അവിടെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് എത്രയാണ്? OQ എന്ന് പറയുന്നതാണ് നമ്മളവിടെ സപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ദെൻ അഗെയിൻ വരുന്നുണ്ട്, വി ക്യാൻ ഓൾസോ സീ ദാറ്റ് പോയിന്റ് E, the average variable cost curve touches AR or MR curve and also cut the MC curve എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. So MC curve cut the MR curve from below line ആണ്. So this means that the firm under perfect competition can continue to operate in the short run so long as it is able to cover at least its variable cost എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഫേം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ ആവറേജ് കോസ്റ്റ്, ഓക്കെ, ദാറ്റ് ഈസ് വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാവുന്ന ടൈം വരിക്കും അല്ലെങ്കിൽ കവർ ചെയ്യാവുന്ന സമയം വരിക്കും അവർക്ക് എന്ത് ചെയ്യാം? ദേ ക്യാൻ കണ്ടിന്യൂ ദെയർ പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. Okay, this means that firm under perfect competition can continue to operate in the short run. നമുക്ക് ലോങ് റണ്ണിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല, ലോസസ് ഇൻകർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ നിർത്താം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എ ഫേം വിച്ച് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു കവർ ഇറ്റ്സ് ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ് വിൽ ചൂസ് ടു ഷട്ട് ഡൗൺ ഇറ്റ്സ് ബിസിനസ് ബൈ ഡിസ്കണ്ടിന്യൂയിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻ ദ ഷോർട്ട് റൺ. ഓക്കെ, അപ്പോൾ ആവറേജ് കോസ്റ്റ് പോലും അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിനെ പോലും കവർ ചെയ്യാനായിട്ട് ഒരു ഫേമിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫേം ഓപ്പറേറ്റ് ചെയ്യാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ മിനിമൈസ് ദ ലോസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ കോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഷോർട്ട് റണ്ണിൽ നമുക്ക് നമ്മളെ ഫേം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേരിയബിൾ കോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഷട്ട് ഡൗൺ ദ ബിസിനസ് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ലോസിലേക്ക് പോകാതിരിക്കാനാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. ബൈ ഡൂയിങ് സോ ദ ഫേം ക്യാൻ മിനിമൈസ് ഇറ്റ്സ് ലോസസ് ഇൻ ദ ഷോർട്ട് റൺ. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് ഉണ്ടാകാവുന്ന ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, so the firm is not in a position to supply any quantity at a price below the minimum point of average variable cost curve or below the equilibrium price. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ ഞാൻ പറഞ്ഞു, ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് എബവ് ഇക്വിലിബ്രിയം പോയിൻറ്റിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റാണ്. ഇക്വിലിബ്രിയം പോയിൻറ്റിനേക്കാളും നമുക്ക് അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകും. ഇനി അതിനേക്കാളും താഴത്തേക്കാണ് പോണത്, ഇക്വിലിബ്രിയം പോയിൻറ്റിനേക്കാളും താഴേക്കാണ് പോണതെന്നുണ്ടെങ്കിൽ നമുക്കത് ലോസാണ്. സോ ആ സമയത്ത് ഒരു ക്വാണ്ടിറ്റി പോലും നമുക്ക് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. The point at which the firm just covers its variable cost is called the short run, is called the shutdown point എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് റണ്ണിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പോലും കവർ ജസ്റ്റ് നമുക്ക് അത് മാക്സിമം അത് കവർ ചെയ്യാം. ഓക്കെ, ആ ഒരു വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാവുന്നൊരു പൈസയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് പോയിൻ്റ് ഈസ് നോൺ ആസ് ഷട്ട് ഡൗൺ പോയിൻ്റ്. കാരണം ഇനിയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും തോറും അതിനേക്കാളും എന്താ പറയുക ആവറേജ് വേരിയബിൾ കോസ്റ്റ് പോലും കവർ ചെയ്യാനായിട്ട് പറ്റാത്ത സിറ്റുവേഷനിലേക്കാണ് പോവുക. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വിൽ സ്റ്റാർട്ട് ഇൻകറിങ് ലോസസ്. സോ it is not advisable to incur such losses. So what we are going to do, we are going to shut down the business in the short run എന്നുള്ളതാണ്. Okay, as the price increases, equilibrium level of quantity supplied increases. അപ്പോൾ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്നുള്ളതും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ Q എന്നുള്ളത് ഇതിലേക്ക് മാറും, Q1ലേക്ക് ഇൻക്രീസ് ചെയ്യും.
Q1 ഏതിലേക്ക് ഇൻക്രീസ് ചെയ്യും? Q2ലേക്ക് ഇൻക്രീസ് ചെയ്യും. Q2 ഏതിലേക്ക് ഇൻക്രീസ് ചെയ്യും? Q3ലേക്ക് ഇൻക്രീസ് ചെയ്യും. സോ ഇഫ് വി പ്ലോട്ട് ദി സക്സസീവ് പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻസ്, ഇതൊക്കെ നമ്മൾ ഈ ഇൻ്റർസെക്ഷൻ പോയിൻറ്റുകൾ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ MC curve വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ we get the supply curve. Thus the firm produces or supplies by moving up and down along its MC curve. അപ്പോൾ MC curveനെ ബേസ് ചെയ്തിട്ടാണ്, അതേപോലെ വേരിയബിൾ കോസ്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എത്രത്തോളം ഇറ്റ് ഈസ് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യണം, എവിടെയാണ് നമ്മുടെ ഷട്ട് ഡൗൺ പോയിൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടിയും സിമ്പിളായിട്ട് സപ്ലൈ കർവിനെ എങ്ങനെ പറയാമെന്നുള്ളതാണ്. MC കർവ് എന്ന് പറയുന്നത് ഇസ് ദ സപ്ലൈ കർവ് ഓഫ് ദി ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ in the short run. However, the lowest point of the short run supply curve is the shutdown point of the firm. ഓക്കെ, അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റ് ഏതാണോ സപ്ലൈ കർവിൽ, അതാണ് നമ്മുടെ ഷട്ട് ഡൗൺ പോയിൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് ഈസ് ദ മിനിമം പോയിൻ്റ് ഓഫ് ABC കർവ് ആൻഡ് അറ്റ് വിച്ച് ABC കർവ് ഇൻ്റർസെക്റ്റ് ദി MC കർവ്. അപ്പോൾ ഏത് പോയിൻറ്റിലാണ് ABC കർവ് MC കർവിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. അതാണ് ആ ലോവസ്റ്റ് പോയിൻ്റാണ് നമ്മുടെ ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ to the left of the shutdown point, the firm cannot produce anything. അപ്പോൾ നമുക്ക് ഇനി അതിനേക്കാളും താഴത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേമിന് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ലോസ് ഇൻകർ ചെയ്യും എന്നുള്ളത് കൊണ്ട്. സോ ബിലോ E the quantity supplied എന്ന് പറയുന്നത് നില്ലായിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, therefore this portion of MC is not included in the supply curve of the firm. Hence, the upward rising portion of the MC curve starting from the shutdown point is the supply curve of a firm under perfect competition in the short run. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് ഷട്ട് ഡൗൺ പോയിൻ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് താഴത്തേക്ക് നമ്മൾ ഒരു ക്വാണ്ടിറ്റി പോലും മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യില്ല. കാരണം അതിന് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ദ ഫേം വിൽ സ്റ്റാർട്ട് ഇൻകർ ലോസ് എന്നുള്ളതാണ്. സോ ഇവിടെ ദറ്റ് ഈസ് നമ്മുടെ അറ്റ് ഈച്ച് ഇക്വിലിബ്രിയം പോയിൻറ്റ്, ഓരോ പ്രാവശ്യം നമുക്ക് ഇക്വിലിബ്രിയം പോയിൻറ്റ് മാറുന്നുണ്ട് അല്ലേ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്നുള്ളത് E1ലേക്കും E2ലേക്കും E3ലേക്കും, പ്രൈസ് P1 P2 P3ലേക്കും, ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് Q1 Q2 Q3ലേക്കും മാറുമ്പോൾ വരുന്ന പുതിയ പുതിയ ഇക്വിലിബ്രിയം പോയിൻറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അറ്റ് ഈച്ച് ഇക്വിലിബ്രിയം പോയിൻറ്റ് ദ പ്രൈസ് ഇസ് ഡിറ്റർമൈൻഡ് അറ്റ് എ പർട്ടിക്കുലർ point where the demand curve intersect the supply curve. Thus at equilibrium point എന്താണ് സംഭവിക്കുന്നത്? demand is equal to price, price is equal to average revenue, average revenue is equal to marginal revenue, and that is equal to marginal cost എന്നുള്ള. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ ഈക്വൽ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ്, ഈക്വൽ ബാലൻസിങ് വരുന്നത് കൊണ്ട് തന്നെയാണ് അതിന് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എന്താ പറയുക, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എ ഫേം പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് അറ്റ് വിച്ച് മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് പ്രൈസ് എന്നുള്ളതാണ്. ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു പ്രൈസ് എന്ന് വരുമ്പോഴാണ്. ഇഫ് ദ പ്രൈസ് ഈസ് ഹയർ ദാൻ ദി മാർജിനൽ കോസ്റ്റ്, ഫേം എന്താ ചെയ്യപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. ഇഫ് ദ പ്രൈസ് ഈസ് ഹയർ ദാൻ ദി മാർജിനൽ കോസ്റ്റ്. ഓക്കെ അല്ലേ, നമുക്ക് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ഒരു യൂണിറ്റും കൂടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ്, നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിനേക്കാളും ഹയർ ആണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഫേം എന്ത് ചെയ്യാൻ പറ്റും? ദ ഫേം വിൽ എക്സ്പാൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് until its marginal cost equals price. അപ്പോൾ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാം? MC is equal to പ്രൈസ് ആവുന്നവരേക്കും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഇഫ് പ്രൈസ് ഇസ് ലെസ് ദാൻ ദി മാർജിനൽ കോസ്റ്റ്, നമ്മുടെ മാർജിനൽ കോസ്റ്റിനേക്കാളും കുറവാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ
കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഫേം ഇസ് ഇൻകറിങ് ലോസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫേം എന്ത് ചെയ്യണം? ദ ഫേം വിൽ റെഡ്യൂസ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിനേക്കാളും കുറച്ചും കൂടിയും റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ടിൽ ദ മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് പ്രൈസ്. മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു പ്രൈസ് ആകുന്നത് വരയ്ക്കും നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഭവം റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ വി ഹാവ് സീൻ ദ സപ്ലൈ കർവ് ഓഫ് എ ഫേം. അപ്പോൾ ഇനി ഇൻഡസ്ട്രിയിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. ബട്ട് ദ മാർക്കറ്റ് പ്രൈസ് ഇസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ ദ ഫേം. സോ ഇവിടെ മാർക്കറ്റ് പ്രൈസ് ആരാ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒരു ഫേം അല്ല. എല്ലാ ഫേമുകളും കൂടിയിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ എത്രത്തോളം സപ്ലൈ ചെയ്യുന്നുണ്ടോ മാർക്കറ്റിൽ, അതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യും. കാരണം നമ്മൾ നേരത്തെ നോക്കി മാർക്കറ്റ് ഫോഴ്സസ് ആണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ rather it is determined by the aggregate supply. എന്താണ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്? Aggregate supply is the supply of all firms within the industry. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഫേമും കൂടിയിട്ട് എത്രത്തോളം സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അഗ്രിഗേറ്റ് ആണ്. ഇറ്റ് ഈസ് ദ സപ്ലൈ ഓഫ് ദ ഹോൾ ഇൻഡസ്ട്രി. ദ ഹോൾ ഇൻഡസ്ട്രിയും കൂടിയിട്ട് മാർക്കറ്റിൽ എത്രത്തോളം സപ്ലൈ നടത്തുന്നുണ്ട്. ദ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി ഷോസ് ദ വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ദി ഗുഡ്സ് ഓഫേർഡ് for sale by the industry at various prices. അപ്പോൾ ഇവിടെ വരുന്ന എന്താണ്? സപ്ലൈ കർവ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് എപ്പോഴാണ് ഓഫർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പ്രൈസസിൽ വരുമ്പോൾ. ഓക്കെ, ഒന്നുകൂടിയും പറയാം. നമ്മുടെ ഇൻഡസ്ട്രിയുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ദി ഗുഡ്സ് ഓഫേർഡ് for sale by the industry at different prices. Okay, at various pricesന് സമയത്ത് ഓരോ ഫേമുകളും എത്രയാണ് അവിടെ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത്, അതാണ് നമ്മുടെ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി നമുക്ക് ഗ്രാഫിലൂടെ മനസ്സിലാക്കുന്നത്. The short run supply curve of an industry under perfect competition is derived by the horizontal summation of all the supply curves of the individual firms in the industry. So അതിനെ നമുക്ക് കുറച്ച് അസംഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ടുള്ളത്? ഒന്ന്, the factor prices and the technology are given. Second one, the number of firms is very large. Under these assumptions, the total quantity supplied by the industry at each price is the sum of the quantity supplied by all the firms at that price. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. പ്രൈസസ് ആൻഡ് ദി ടെക്നോളജി തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫേംസ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ഇതിൽ അസംഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ ദ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് is the price at each price is the sum of the quantity supplied by all firms at that price. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൈസ് വരുമ്പോൾ എല്ലാ ഫേംസൊന്നും എത്രത്തോളം സപ്ലൈ നടക്കുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സപ്പോസ് ആൻ ഇൻഡസ്ട്രി കൺസിസ്റ്റ് ഓഫ് 2 firms with differently supply curves. These supply curves are denoted by S1 and S2. ഓക്കെ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫിഗർ തന്നിട്ടുണ്ട്. ഞാൻ ഗ്രാഫ് നിങ്ങൾക്ക് അയച്ചു തരാം. ആൻഡ് ഇറ്റ് ഷോസ് ദ ഇൻഡസ്ട്രി സപ്ലൈ കർവ് SS ആയിട്ടാണ്. ഇപ്പം നമ്മൾ DD എന്ന് പറയുമ്പോൾ ഡിമാൻഡും SS എന്ന് പറയുമ്പോൾ സപ്ലൈ ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് SS ആയിട്ടാണ് കാണിക്കുന്നത്. ദിസ് ഹാസ് ബീൻ ഡിറൈവ്ഡ് ബൈ ടേക്കിംഗ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ സപ്ലൈ കർവ്സ്. The industry supply curve is positively sloped ആണ്. This implies that each firm supplies a larger quantity of output successively higher prices. അപ്പോൾ ഹയർ പ്രൈസസ് വരുന്തോറും ഓരോ പ്രാവശ്യം ഓരോ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ വേരിയസ് പ്രൈസസ് സംഭവിക്കുമ്പോൾ
ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മളിതിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ that at price of rupees 2 the firm A will produce nothing because this price is below the minimum point of its that is average variable cost. Firm B will produce 7 units of output. The total supply of the industry will be equal to 7 units. At a price of 4, firm A produces 5 units of output and firm B produces 15 units of output. രണ്ട് തരത്തിലാണ്. ഓക്കെ, അറ്റ് പ്രൈസ് 4 ഫേം എ എന്ന് പറയുന്നത് 5 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈസ് 4 തന്നെ ഫേം ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 15 യൂണിറ്റ്സ് ആണ്. Thus the total supply of the industry at a price 4 എന്ന് പറയുന്നത് 20 യൂണിറ്റ്സ് ആണ്. ഫേം എ 5 യൂണിറ്റും ഫേം ബി 15 യൂണിറ്റ്സും 15 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫേമും കൂടിയിട്ട് 20 യൂണിറ്റ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. When price is ₹6, the firm A is willing to supply 8 units. 4 rupeesന് 6 rupees ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഫേം എ എന്ന് പറയുന്നത് 8 യൂണിറ്റ് സപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദ ഫേം ബി ഈസ് വില്ലിംഗ് ടു സപ്ലൈ 20 യൂണിറ്റ്സ്. ആ സമയത്ത് ദ ടോട്ടൽ സപ്ലൈ ഓഫ് ദ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അന്ന് 20 യൂണിറ്റ്സ് ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 28 യൂണിറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം 5 യൂണിറ്റിൽ നിന്ന് 8 യൂണിറ്റ് ആക്കിയവരെ 15 യൂണിറ്റിൽ നിന്ന് ഫേം ബി എന്ന് പറയുന്നത് 20 യൂണിറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അറ്റ് പ്രൈസ് 6 എന്ന് പറയുന്നത് 28 യൂണിറ്റ്സ് ആണ് അവർ സപ്ലൈ ചെയ്തേക്കുന്നത്. ഹെൻസ് ദ ഇൻഡസ്ട്രി സപ്ലൈ കർവ് ഇസ് ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ ഫേംസ് സപ്ലൈ മാർജിനൽ കോസ്റ്റ് കർവ്സ്. ദസ് SS എന്ന് പറയുന്നത് ഇസ് ദ സപ്ലൈ കർവ് ഓഫ് ദി ഇൻഡസ്ട്രി. അപ്പോൾ എങ്ങനെയാണ് അവരുടെ ദാറ്റ് ഈസ് ഗ്രാഫിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സമ്മേഷനാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. ഇനി ലോങ് റൺ സപ്ലൈ കർവ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇപ്പോൾ നമ്മൾ ഷോർട്ട് റണ്ണിൻ്റെ കേസാണ് നമ്മൾ നോക്കിയത്. ഇനി ലോങ് റണ്ണിലേക്ക് നമ്മൾ നോക്കാം. Let us understand how the long run supply curves are derived separately for firm and industry. ഇപ്പം നമ്മൾ ഷോർട്ട് റണ്ണിൻ്റെ കേസ് ഫേമിനും ഇൻഡസ്ട്രിക്കും നോക്കിയതുപോലെ തന്നെ ലോങ് റണ്ണിലും നമ്മൾ ഫേമിനും ഇൻഡസ്ട്രിക്കുമുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഡെറിവേഷൻ ഓഫ് എ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം under perfect competition is similar to the derivation of its short run supply curve എന്നുള്ളതാണ്. The firm's long run optimal output corresponding to different price levels is determined by the equality of price. Equality of price എന്ന് പറയുമ്പോൾ എവിടെയാണോ ആവറേജ് റവന്യൂ ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്നുള്ളതാണ്. ആൻഡ് ദ ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, ഓക്കെ, അതിലേക്ക് ഈക്വൽ ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് പ്രൈസ് ഇസ് ലെസ് ദാൻ ദി ലോങ് റൺ ആവറേജ് കോസ്റ്റ് നോ ഔട്ട്പുട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ്. ലോങ് റൺ ആവറേജ് കോസ്റ്റിനേക്കാളും കുറവാണ് പ്രൈസ് എന്നുണ്ടെങ്കിൽ അത് ലോസിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഒരു ഔട്ട്പുട്ടും അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ദ ഡെറിവേഷൻ ഓഫ് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാഫിലൂടെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അഗെയിൻ ദേ ഹാവ് ഗിവൻ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇൻ എക്സ് ആക്സിസ് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, വൈ ആക്സിസിൽ പ്രൈസ്, കോസ്റ്റ് ആൻഡ് റവന്യൂ 3 കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ ക്വാണ്ടിറ്റി എന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q1, Q2. അതേപോലെ പ്രൈസ് വൈ ആക്സിസിൽ പ്രൈസിൻ്റെ P1 ആൻഡ് P2 തന്നിട്ടുണ്ട്. ഓക്കെ, സോ P ഈസ് ഈക്വൽ ടു നമുക്കിവിടെ വരുന്ന ഈക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? പ്രൈസ് ഇസ് ഈക്വൽ ടു ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ആവുമ്പോഴാണ് ആ ഒരു പോയിൻറ്റിനാണ് ഇക്വിലിബ്രിയം E എന്ന് നമുക്ക് കിട്ടുന്നത്.
ഇനി പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ P1ലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി Q എന്നുള്ളത് Q1ലേക്ക് ഇൻക്രീസ്ഡ് ആവുന്നുണ്ട്. സോ യു വിൽ ഗെറ്റ് എ ന്യൂ ഇക്വിലിബ്രിയം പോയിൻറ്റ് ദാറ്റ് ഈസ് E1. ഓക്കെ, അപ്പോൾ അത് P1 ഇസ് ഈക്വൽ ടു ഡിമാൻഡ് ഇസ് ഈക്വൽ ടു AR ഇസ് ഈക്വൽ ടു MR. അതേപോലെ തന്നെയാണ് പ്രൈസ് P2ലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോഴും Q1 എന്ന ക്വാണ്ടിറ്റി Q2ലേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഇഫ് യു ഡ്രോ എ കർവ് നമുക്ക് LMC കിട്ടും, ദാറ്റ് ഈസ് ലോങ് റൺ മാർജിനൽ കോസ്റ്റും കിട്ടും, അതേപോലെ തന്നെ ലോങ് റൺ ആവറേജ് കോസ്റ്റും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി QP എന്ന് പറയുന്നതാണ് ദ മിനിമം ആക്സെപ്റ്റബിൾ പ്രൈസ് ഇൻ ദ ലോങ് റൺ. അപ്പോൾ ലോങ് റണ്ണിൽ ഫേമിന് ആക്സെപ്റ്റ് ചെയ്യണം, കാരണം നമ്മുടെ പ്രൈസ് ടേക്കറാണ്, ഓക്കെ, പ്രൈസ് മേക്കറല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന പ്രൈസ് ഏതാണ് ഉള്ളതാണ്. OP എന്ന് പറയുമ്പോഴാണ് ദാറ്റ് ഈസ് ദ മിനിമം ആക്സെപ്റ്റബിൾ പ്രൈസ് ഇൻ ദ ലോങ് റൺ ബിക്കോസ് നോ ഫേം ഷാൽ സഫർ ലോസസ് ഇൻ ദ ലോങ് റൺ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോങ് റണ്ണിൽ, ഷോർട്ട് റണ്ണിൻ്റെ കേസല്ല, ലോങ് റണ്ണിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഫേമിനും ഒരു നഷ്ടവും സംഭവിക്കില്ല. കാരണം ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മിനിമം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് നമ്മളവിടെ ഫിക്സ് ചെയ്യുന്നത്. അറ്റ് ദിസ് പ്രൈസ് ദ ഫേം അറ്റെയിൻസ് ഇക്വിലിബ്രിയം അറ്റ് പോയിൻറ്റ് E ആൻഡ് സപ്ലൈസ് OQ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടാണ് അവിടെ അവർ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഏതിൽ കിട്ടും? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് കിട്ടും. ഇനി വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ടു P1 ദ ഫേം റീച്ചസ് അറ്റ് ഇറ്റ്സ് ഇക്വിലിബ്രിയം പോയിൻറ്റ് E1 ദെൻ ഇറ്റ്സ് ക്വാണ്ടിറ്റി ഓർ സപ്ലൈ എന്ന് പറയുന്നത് Q1ലേക്ക് മാറും. സപ്പോസ് ദ പ്രൈസ് ഫർദർ ഇൻക്രീസസ് ടു P2 ദ ഔട്ട്പുട്ട് ഓർ സപ്ലൈ ഈസ് എക്സ്പാൻഡഡ് ടു Q2 ആൻഡ് അറ്റ് OP2 പ്രൈസ്. ഓക്കെ, P2 പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നതും Q2ലേക്ക് മാറുന്നുണ്ട്. ഓൾ ഇക്വിലിബ്രിയം പോയിൻറ്റ്സ് സച്ച് ആസ് E1 ആൻഡ് E2 ലൈസ് ഓൺ ദ ഫേംസ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ്, LMC കർവിലാണ്. These points also show the supply of the firm in the long run at various prices. അപ്പോൾ ലോങ് റണ്ണിൽ ഡിഫറെൻറ്റ് പ്രൈസസ് മാർക്കറ്റിൽ പ്രിവെയിൽ ചെയ്യുമ്പോൾ എത്രയാണ് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Therefore, the portion of the LMC curve of the firm above its LRC curve is its long run supply curve എന്ന് പറയുന്നത്. Thus, long run supply curve of a firm under perfect competition is derived by joining together. എല്ലാ intersect ചെയ്യുന്ന പോയിൻറ്റ്സും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ലോങ് റൺ സപ്ലൈ കർവ് ഏതാണെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, സോ അവിടെയാണ് വിത്ത് ദ സക്സസീവ് ഡിമാൻഡ് കർവ്സ് of the firm as the price goes on increasing above LAC. അപ്പോൾ ഓരോ പ്രാവശ്യം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്രയാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റ് പിക്ചർ നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ദെൻ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് നോക്കാം. In the short run, a firm produces that output at its marginal cost is equal to the price. ഷോർട്ട് റണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് at which its marginal cost നമുക്ക് MC is equal to പ്രൈസിലേക്ക് വന്നാൽ മതി. ബട്ട് ഇൻ ദ ലോങ് റൺ എന്ന് പറയുമ്പോൾ ദ പ്രൈസ് മസ്റ്റ് ബി ഈക്വൽ ടു ദി ബോത്ത് മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റിനും ഈക്വൽ ആയിരിക്കണം. The reason is that the industry will be in equilibrium when all firms in the industry are making normal profits. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഫേമും നോർമൽ പ്രോഫിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇക്വിലിബ്രിയം പോയിൻറ്റ് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ദേ വിൽ ബി മേക്കിംഗ് നോർമൽ പ്രോഫിറ്റ്സ് ഓൺലി ഇഫ് ദ പ്രൈസ് ദറ്റ് ഈസ് AR ഇസ് ഈക്വൽ ടു AC. അപ്പോൾ AR എന്ന് പറയുന്നത് വെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു AC നമ്മളൊരു നോർമൽ പ്രോഫിറ്റാണ് നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. ഓക്കെ, and then unlike the short run supply curve of an industry,
its long run supply curve cannot be derived by the horizontal summation. നമുക്ക് ഒരു ഷോർട്ട് റണ്ണിൽ നമുക്കൊരു ഹൊറിസോണ്ടൽ സമ്മേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ അതേപോലത്തെ ഒരു ലോങ് റണ്ണിൽ നമുക്ക് ഹൊറിസോണ്ടൽ സമ്മേഷൻ എളുപ്പമല്ല. സമ്മേഷൻ ഓഫ് ദി ലോങ് റൺ കർവ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഫേംസ് ഇറ്റ് കനോട്ട് ബി ഡിറൈവ്ഡ് എന്നുള്ളതാണ്. The long run supply curve of the industry is determined by the variation in the number of firms. കാരണം അതിൽ എത്രത്തോളം ഫേംസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ആസ് വെൽ ആസ് കോൺസിക്വൻറ്റ് ചേഞ്ചസ് ഇൻ ദർ ഒപ്റ്റിമം സൈസ്. അതായത് ഔട്ട്പുട്ടിൽ ഓരോരുത്തർക്കും പല മാറ്റങ്ങളുണ്ടായിരിക്കാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ സപ്ലൈ വരുന്നത്. The long run supply curve connects different long run equilibrium positions. At these equilibrium positions, different levels of industry demand and long run supply curve എന്ന് പറയുന്നത് intersect ചെയ്യുന്നതാണ്. At these intersection points, different equilibrium prices may be determined എന്നുള്ളതാണ്. ഇനി if the industry demand increases, ഇൻഡസ്ട്രി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the price will also rise എന്നുള്ളതാണ്. So this will increase the quantity supplied in the short run due to an expansion. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വന്നിട്ടുണ്ട്? ലോങ് റണ്ണിൽ വന്നപ്പോൾ നമുക്കൊരു ചെറിയൊരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്. സപ്ലൈഡ് ഇൻ ദി ഷോർട്ട് റൺ ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് ദി പ്രൊഡക്ഷൻ ബൈ ദി എക്സിസ്റ്റിംഗ് ഫേംസ്. ആസ് എ റിസൾട്ട് ഓൾ ഫേംസ് ആർ ഏബിൾ ടു മേക്ക് അബ്നോർമൽ അല്ലെങ്കിൽ എന്താ പറയുക അബ്നോർമൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പുതിയ ഫേംസിനുള്ള ഒരു എൻറ്റർ ചെയ്യാനായിട്ടുള്ളൊരു തോന്നൽ വരും. ദിസ് ഇൻഡ്യൂസസ് ന്യൂ ഫേംസ് ടു എൻറ്റർ ഇൻ ടു ദ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി മാർക്കറ്റിൽ വളരെ കുറച്ച് ഫേമുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ഫേം അല്ലെങ്കിൽ 3 ഫേം ഉള്ളൂന്നുണ്ടെങ്കിൽ അവരാണ് ദറ്റ് ഈസ് എത്രയാണോ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ 3 ഫേം അല്ലെങ്കിൽ 2 ഫേം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഫേമിൻ്റെയും ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നോക്കും. അപ്പോൾ ഈ 2 ഫേം ഉള്ളൂന്നുണ്ടെങ്കിൽ അവർ 2 പേർക്കും അബ്നോർമൽ പ്രോഫിറ്റ്സ് ആണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് കാണുമ്പോൾ മറ്റുള്ള ഫേമുകളും എന്താ ചെയ്യുന്നത്? സോ ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ഇഷ്ടംപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ നമുക്കും ഈ ടൈപ്പ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാർക്കറ്റിലേക്ക് പുതിയ ഫേമുകൾ എൻറ്റർ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോൾ പുതിയ ഫേമുകൾ എൻറ്റർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ക്വാണ്ടിറ്റി സപ്ലൈഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും കൂടും. അപ്പോൾ ഈ 2 ഫേം മാത്രം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് കിട്ടിയിരുന്ന അബ്നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി ഇപ്പോൾ ഡിവൈഡ് ആവുകയാണ്. ബാക്കി എല്ലാ ഫേമുകളിലേക്കും ഡിവൈഡായി പോവുകയാണ്. സോ അവർക്ക് എല്ലാവർക്കും അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടിയിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ബിലോ നോർമൽ പ്രോഫിറ്റാണ് അവർക്ക് കിട്ടുന്നത്. കാരണം പുതിയ ഫേമുകൾ കുറേ എൻറ്റർ ആയിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇൻഡ്യൂസസ് ന്യൂ ഫേംസ് ടു എൻറ്റർ ഇൻ ടു ദ ഇൻഡസ്ട്രി. This will shift the supply curve to the right. അപ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. Consequently, the price will fall below the short run equilibrium level. അപ്പോൾ എന്താ ഉണ്ടാവണേ? ക്വാണ്ടിറ്റി സപ്ലൈഡ് എണ്ണം കൂടി, പ്രൈസ് കുറച്ചും കൂടി റെഡ്യൂസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. The new long run equilibrium price is greater than or equal to or less than the original price depending upon the cost conditions of the industry. സോ ഇതിലൊന്നെങ്കിൽ ഈക്വൽ ടു ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒറിജിനൽ പ്രൈസിനേക്കാളും താഴെയായിരിക്കാം പ്രൈസ് വരുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് കണ്ടീഷൻസിനും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫേമിൻ്റെ എണ്ണം ഇൻഡസ്ട്രി ലെവലിൽ കൂടുന്തോറും എന്തുണ്ടാവുന്നത്? പ്രോഫിറ്റ് അബ്നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുന്നത്. പ്രോഡക്റ്റിൻ്റെ പ്രൈസും ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവും. ഓക്കെ, ഇനി നമുക്ക് സപ്ലൈ കർവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് നോക്കാം. ഇഫ് ദി പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡു നോട്ട് ചേഞ്ച് വെൻ ദ ഇൻഡസ്ട്രി എക്സ്പാൻഡ്സ് ഇറ്റ്സ് ഔട്ട്പുട്ട്, ദ ഇൻഡസ്ട്രി ഈസ് കോൾഡ് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി. എന്താണ് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ, ഇഫ് ദ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുക എന്തൊക്കെ ഫാക്ടേഴ്സിലാണോ ആ ഫാക്ടേഴ്സിൻ്റെ പ്രൈസിൽ മാറ്റമില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ അതിൽ വരുന്ന
നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ നമ്പർ ഓഫ് ഫാക്ടേഴ്സിൻ്റെ പ്രൈസസിൽ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ദ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡു നോട്ട് ചേഞ്ച്, എപ്പോൾ വെൻ ദ ഇൻഡസ്ട്രി എക്സ്പാൻഡ്സ്, ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ പ്രൈസസിൽ, ഫാക്ടേഴ്സിൻ്റെ പ്രൈസസിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് 100 യൂണിറ്റ്സിന് ചിലപ്പോൾ 150 യൂണിറ്റ്സോ 120 യൂണിറ്റ്സോ 170 യൂണിറ്റ്സ് ഒക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴും പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ദർ ഈസ് നോ ചേഞ്ച് എന്നുള്ളത്. അങ്ങനത്തെ ഇൻഡസ്ട്രീനെയാണ് വി കോൾ ഇറ്റ് ആസ് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. The expansion of the constant cost industry creates neither external economies nor external diseconomies. ഓക്കെ, നമ്മൾ ഈ എക്കണോമീസും ഡിസെക്കണോമീസിനെ കുറിച്ചിട്ടും നമ്മൾ പറയുന്നുണ്ട്. എന്താണ് എക്കണോമീസ് എന്ന് പറയുന്നത്? ഒരു ഫേം അതിൻ്റെ നോർമൽ ലെവലിനേക്കാളും കൂടുതലായിട്ട് എന്താ പറയുക, അവർ എക്സ്പാൻഷന് പ്ലാൻ ചെയ്യുമ്പോൾ, കുറച്ചും കൂടിയും ഒരു എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ അതിൽ വരുന്ന നല്ല നല്ല ചേഞ്ചസ്, ഗുഡ് പ്രോഫിറ്റ് കമ്പനിക്ക്, ഫേമിന് കിട്ടിത്തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു പീരിയഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എക്കണോമീസ് എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്തു, അപ്പോൾ കുറച്ച് നമുക്ക് ബെറ്റർ പൊസിഷനാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഫേം ഫൗണ്ട് ഇറ്റ് ഈസ് ഗുഡ് എന്നുള്ളത്. സോ എഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ടു എക്സ്പാൻഡ്, കുറച്ചും കൂടിയും എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഇറ്റ് ഫീൽസ് ഗുഡ് എന്നുള്ളത്. ആൻഡ് എഗെയിൻ ദ കമ്പനി ഈസ് ഗോയിങ് ടു എക്സ്പാൻഡ്. അപ്പോൾ അങ്ങനെ വല്ലാണ്ടൊരു എക്സ്പാൻഷൻ വന്നപ്പോൾ എന്തുണ്ടായത്? അവർക്ക് പല കാര്യങ്ങളിലും കൺട്രോളില്ലാതെ പോയി. സോ അവർ വിചാരിച്ച അത്ര റിസൾട്ട് നമുക്ക് ആ ഓവർ എക്സ്പാൻഷനിൽ കിട്ടുന്നില്ല. സോ വാട്ട് ഹാപ്പൻ? പല ഡിപ്പാർട്ട്മെൻറ്റ്സും ലോസിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ലോസ് സംഭവിച്ചപ്പോൾ നമുക്ക് എന്താ ഉണ്ടായത്? ഡിസെക്കണോമീസ്. അതായത് അത്രയും നാൾ കമ്പനി അല്ലെങ്കിൽ ഫേം എൻജോയ് ചെയ്തിരുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓപ്പോസിറ്റായിട്ടാണ് ഉണ്ടായി തുടങ്ങിയത്. ഇറ്റ് ഈസ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും കാര്യങ്ങൾ റോങ് ആവാനായിട്ട് തുടങ്ങി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കണില്ല, ക്വാളിറ്റി ഇല്ല, ക്വാണ്ടിറ്റി ഇല്ല, അങ്ങനെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ്. അതിനെയാണ് നമ്മൾ ഡിസെക്കണോമീസ് എന്ന് പറയുന്നത്. എക്കണോമീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ എക്സ്പാൻഷനിലൂടെ വരുന്ന നല്ല നല്ല മാറ്റങ്ങൾ. അപ്പോൾ ഓരോ ടെക്നോളജിയിൽ മാറ്റം വരാം, ഓഫീസിൻ്റെ ഗ്രൂപ്പിൽ മാറ്റം വരാം, പ്രൊഡക്ഷനിൽ ചേഞ്ചസ് വരാം, റോ മെറ്റീരിയൽസിൽ ചേഞ്ചസ് വരാം, വെയർ ഹൗസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഔട്ട്പുട്ടിൽ നമുക്ക് ചേഞ്ചസ് വരാം, സപ്ലൈയിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ നല്ല ചേഞ്ചസിനെയാണ് നമ്മൾ എക്കണോമീസ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്പോസിറ്റിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഡിസെക്കണോമീസ് എന്ന് പറയുന്നത്. സോ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയിലെ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ്, നമുക്കിവിടെ എന്താണ് എക്സ്റ്റേണൽ എക്കണോമീസും ഇല്ല, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഡിസെക്കണോമീസും നമുക്ക് വരുന്നില്ല. കാരണം കോസ്റ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓവർ എക്സ്പാൻഷൻ അല്ല നടന്നിട്ടുള്ളത്, somewhat a small expansion which technology has its capacity. അപ്പോൾ അതാണ് അവിടെ നടന്നിട്ടുള്ളൂ. അപ്പോൾ വേറെ ഒന്നത്തിലും മാറ്റം വന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ എക്സ്റ്റേണൽ എക്കണോമീസും ഇല്ല, അതേപോലെ തന്നെ ഡിസെക്കണോമീസും സംഭവിക്കുന്നില്ല. ഹെൻസ് ദ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിമെയിൻ കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. So let us examine the long run supply curve of the constant cost industry with the help of the graph. അപ്പോൾ എന്ത് എക്കണോമിക്സ് നമുക്ക് മിൻഡിയ ഗ്രാഫാണല്ലോ. അപ്പോൾ ഇതും നമുക്ക് എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ വരുന്നത് എന്ന് നോക്കാം. സോ ഇവിടെയും നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ആൻഡ് വൈ ആക്സിസിൽ പ്രൈസാണ്. സോ Q0, Q1 ആൻഡ് Q എന്നുള്ളതാണ്. P0 ആൻഡ് P1 ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൈസ്. SS എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ, S0 അതേപോലെ തന്നെ D എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് D0 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഡിമാൻഡ് കർവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ ഇൻഡസ്ട്രി ഈസ് ഇൻ ഇക്വിലിബ്രിയം ഇൻ ലോങ് റൺ ആസ് വെൽ ആസ് ഷോർട്ട് റൺ അറ്റ് പോയിൻറ്റ് E0.
അപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത് എപ്പോഴാണ്? E0 എന്ന് പറയുന്ന പോയിന്റ്. ദ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് OQ0ലാണ്. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് OP0. സോ OP0 എന്ന് പറയുന്നത് പ്രൈസ്, OQ0 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി, ആൻഡ് OE0 എന്ന് പറയുന്നത് നമ്മുടെ E0 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയമാണ്. ഓക്കെ, ദിസ് ഈസ് ദ പോയിന്റ് where the demand curve D0 and supply curve S0 intersect each other. അപ്പോൾ അവിടെ നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് Q0, P0, E0, S0 and D0. Okay, so suppose the industry demand curve shift to the right from D0 to D due to increase in demand for the product. മാർക്കറ്റിലെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ D0ന്ന് Dയിലേക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇൻ ദ ഷോർട്ട് റൺ പ്രൈസ് ഇൻക്രീസസ് ടു OP1. This is because the short run supply curve of the industry is upward sloping. Now the industry output എന്ന് പറയുന്നത് Q0 എന്നുള്ളതിൽ നിന്ന് Q1ലേക്ക് അവർ ഇൻക്രീസ് ചെയ്തു. ദ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് E0ന്ന് E1ലേക്ക് നമുക്ക് പുതിയൊരു പോയിന്റ് കിട്ടി, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. The existing firms operate their plant above full capacity at point E1 and earn abnormal profits. അപ്പോൾ അവരുടെ കയ്യിലുള്ള മെഷീനറീസ് അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് മാക്സിമം കപ്പാസിറ്റി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മെഷീനറിക്ക് നമുക്കൊരു 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ 500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദി എനർജി വേസ്റ്റഡ് ആണ്. ഓക്കെ, സോ ഇഫ് യു ആർ മാനുഫാക്ചറിങ് 700 യൂണിറ്റ്സ് എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ നല്ലൊരു യൂസ് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ 700 യൂണിറ്റ്സ് എന്നുള്ളത് നമ്മൾ 1000 യൂണിറ്റ്സിലേക്ക് എത്തി, വിച്ച് ഈസ് ദ മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാക്സിമം കപ്പാസിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മെഷീനറി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റാണ് നമുക്ക് ഫെച്ച് ചെയ്യാനായിട്ട് സാധിച്ചത്. സോ അബ്നോർമൽ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് ദിസ് അട്രാക്ട് ന്യൂ ഫേംസ് ഇൻ ടു ദ ഇൻഡസ്ട്രി. അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാർ ഇൻഡസ്ട്രീനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്, പുതിയ ഫേമുകൾ അതിലേക്ക് എൻറ്റർ ചെയ്യാം. ബട്ട് ദിസ് വിൽ നോട്ട് ഓൾട്ടർ ദി കോസ്റ്റ് കർവ്സ് ഓഫ് ദി എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂ ഫേംസ് ഈവൻ ദോ ദ ഡിമാൻഡ് ഫോർ ഇൻപുട്ട് ഫാക്ടർ റൈസസ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ദി ഇൻഡസ്ട്രി ഡ്യൂ ടു ദ എൻട്രി ഓഫ് ന്യൂ ഫേംസ്. സോ ഇൻഡസ്ട്രി ആൻഡ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഫേമുകൾ വന്നാലും നമുക്ക് വേറെ ഒരു തരത്തിലുള്ള അബ്നോർമൽ പ്രോഫിറ്റ്സിനെ ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാണ്, മാക്സിമം കപ്പാസിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അബ്നോർമൽ പ്രോഫിറ്റിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല. ദ LAC curve does not shift upward. All the firms will face the same average cost conditions. എല്ലാ ഫേമും ഒരേപോലെ തന്നെയാണ് അവർ ആവറേജ് കോസ്റ്റ് കണ്ടീഷൻസ് ഫേസ് ചെയ്യുന്നത്. The entry of new firms will continue till the new supply curve. അത് എത്രത്തോളം അവർ എത്ര നാൾ വരെയും അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? ടിൽ ദ ന്യൂ സപ്ലൈ കർവ് SS എന്ന് പറയുന്നത് ഷിഫ്റ്റഡ് ടു റൈറ്റ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ദി ഇൻഡസ്ട്രി ഇൻറ്റർസെക്റ്റ് ദി ഡിമാൻഡ് കർവ് DD at the original price OP0. The abnormal profits are disappeared in the long run. അപ്പോൾ ഷോർട്ട് റണ്ണിൽ അവർക്ക് മാക്സിമം അബ്നോർമൽ പ്രോഫിറ്റ് അവർ ഫെച്ച് ചെയ്തു എന്നുണ്ടെങ്കിലും ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഇതൊക്കെ കയ്യിൽ നിന്ന് പോകുന്നൊരു സിറ്റുവേഷനാണ്. അവർ അബ്നോർമൽ പ്രോഫിറ്റും ഇല്ല, ഒന്നുമില്ല. കാരണം നമ്പർ ഓഫ് ഫേംസ് വന്നു കഴിഞ്ഞു, സപ്ലൈ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ ബാക്കിയുള്ളവരിലേക്ക് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ. ദ ന്യൂ ലോങ് റൺ ഇക്വിലിബ്രിയം പോയിൻറ്റ് ഇസ് E. When we join the initial equilibrium point E0 and the new long run equilibrium E, we get the long run supply curve of the industry. സോ ഇത് രണ്ട് പോയിൻറ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ലോങ് റൺ സപ്ലൈ കർവ് നമുക്ക് കിട്ടും. ദസ് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി വിൽ ബി ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അതുണ്ടായിരിക്കും. ഓക്കെ,
സോ ഐ തിങ്ക് ദിസ് ഈസ് ഇനഫ് ഫോർ ടുഡേ. കാരണം ഇനിയും അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അതും കൂടിയും നിങ്ങളുടെ തലയിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ അത് ഓവർ റണ്ണായിട്ട് പോകും. ഓക്കെ, so I'll wind up with this today. So in the next class we'll see about the long run supply curve of an increasing cost. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി വരികയാണെന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ വരിക, അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ കർവ് എങ്ങനെയായിരിക്കും ലോങ് റണ്ണിൽ. ഷോർട്ട് റണ്ണിൽ നമുക്ക് കോസ്റ്റ് ഇൻഡസ്ട്രിയിൽ എന്താ സംഭവിച്ചത്, ഷോർട്ട് റണ്ണിൽ നമുക്ക് അബ്നോർമൽ പ്രോഫിറ്റ്സ് കിട്ടി. പക്ഷെ അത് ബാക്കിയുള്ള ഫേമുകളിനെയും അട്രാക്റ്റ് ചെയ്ത് ന്യൂ ഫേമുകൾ വന്നു. സോ ലോങ് റൺ ആയപ്പോഴേക്കും എന്തായി, അബ്നോർമൽ പ്രോഫിറ്റ്സ് ഡിസപ്പിയർ ആവാനാണ് തുടങ്ങിയത്. സോ ഹിയർ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ടുള്ള ഒരു എക്സ്പാൻഷനിലേക്ക് വരികയാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫും കാര്യങ്ങളും ഒപ്പം നമ്മൾ നോക്കാം. ഓക്കെ, സോ താങ്ക് യു.